അരിയും ഉഴുന്നും കുറച്ച് കടലപ്പരിപ്പും വെച്ച് നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം കാരാവട ട്രിവാൻഡ്രത്ത് വളരെ ഫേമസ് ആണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് 2 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു 6 മുതൽ അല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും കുതിർക്കുക. കൂടെ 1/2 കപ്പ് ഉഴുന്നും കടലപ്പരിപ്പും ഓരോ മണിക്കൂർ കുതിർക്കുക. ഉഴുന്നും അരിയും ആദ്യം നന്നായിട്ട് കഴുകി അരച്ചെടുക്കണം. ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതാണ് നല്ലത്. മിക്സിയിലാണെങ്കിലും വിട്ട് എത്രയും കട്ടിയായിട്ട് അരയ്ക്കാൻ പറ്റുമോ അത്രയും കട്ടിയായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ല പതഞ്ഞ് വരുന്ന രീതിയിൽ ആദ്യം ഉഴുന്ന് അരച്ചെടുക്കുക. അതുപോലെ തന്നെ അരിയും അരച്ചെടുക്കുക. കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഒരു ശകലം തരിതരിപ്പോടെ അരച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റ് ആക്കണ്ട. അതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി, ഇഞ്ചി അരിഞ്ഞത്, കരിവേപ്പില, ഇതൊക്കെ അവരവരുടെ സ്വാദിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ കുതിർത്ത് വെച്ചിരുന്ന കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളം വാർത്തെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇതിലേക്ക് പിന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മൾ മാവിലും ഉഴുന്നിലും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കൂടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഉരുട്ടിയിടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം മാവ്. ഒരുപാട് വെള്ളം പോലെ ആവരുത്. ഈ പരുവത്തിൽ നമുക്ക് കയ്യിലെടുത്ത് ഇടാൻ പറ്റുന്ന രീതിയിൽ മാവ് കറക്റ്റായിട്ട് കുഴച്ചെടുക്കുക. കയ്യിൽ നന്നായിട്ട് വെള്ളം തടവിയിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ കയ്യിലൊട്ടും ഒട്ടിപ്പിടിക്കത്തില്ല. എണ്ണ ചൂടായിട്ടുണ്ടോ നോക്കാനായിട്ട് ശകലം മാവ് ഇതുപോലെ എണ്ണയിലേക്ക് ഇടുമ്പം മാവ് പൊങ്ങി വരണം. അപ്പം കറക്റ്റ് ചൂടായിരിക്കും. തീ ഏകദേശം മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ചിട്ട് ഓരോരോ ഉരുളകളായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഉരുട്ടിയിടുകയാണെങ്കിൽ കറക്റ്റ് റൗണ്ട് ബോളായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ വെറുതെ കയ്യിലെടുത്ത് ഇട്ടാലും മതി. അത് അൺഈവൻ ഷേപ്പായിട്ട് കാണുമെന്നേ ഉള്ളൂ. കറക്റ്റ് ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ച് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ട്രിവാൻഡ്രത്ത് കിട്ടുന്ന കാരാവട കുറച്ചും കൂടെ വലിയ സൈസായിരിക്കും. ഒരു ചെറിയ ഓറഞ്ച് ൻ്റെ വലിപ്പത്തിലായിരിക്കും നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്നത്. വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് നാരങ്ങയുടെ വലിപ്പത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. എണ്ണ കൂടുതൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലിയ സൈസിൽ തന്നെ പൊരിച്ചെടുക്കുക. ഇത് എണ്ണയിൽ കിടന്ന് ഇനിയും ചെറിയ തീയിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ല ഗോൾഡൻ കളറ് കിട്ടുകയും ചെയ്യും. അകം നന്നായിട്ട് വെന്ത് വരണം. വലിയ തീയിലാണെങ്കിൽ അകത്ത് നന്നായിട്ട് വെന്ത് വരത്തില്ല. അകത്ത് മാവ് കാണും. അതുകൊണ്ട് നല്ലവണ്ണം ഇതുപോലെ ചെറിയ തീയിൽ വെച്ച് തന്നെ പൊരിച്ചെടുക്കുക. ഇപ്പം ഏകദേശം നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയുടെ ഒച്ച നമുക്ക് നന്നായിട്ട് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഉൾഭാഗം നന്നായിട്ട് വെന്തു എന്നാണ്. വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് ഇതുപോലെ തന്നെ അടുത്ത ബാച്ചും തയ്യാറാക്കി എടുക്കുക. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കുകയും ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ പുറമെ നല്ല മുരുമുരാന്നിരിക്കുകയും ചെയ്യും. അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പം അതിൻ്റെ പുറം ഭാഗം കാണുമ്പോൾ അറിയാം നല്ല ക്രിസ്പി ആയിരിക്കും. അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. ചമ്മന്തിയുടെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഉള്ളി വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് നൈവേദ്യമായിട്ടൊക്കെ തയ്യാറാക്കി വെക്കുകയും ചെയ്യാം. വളരെ സ്വാദുള്ള ഒരു 4 മണി പലഹാരവുമാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് കാരാവട തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.